നേരത്തെ നമ്മൾ ക്വാഡ്രിലാറ്ററലും പറഞ്ഞു ട്രയാങ്കിളും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സർക്കിൾ. എന്താ സർക്കിൾ എന്ന് വെച്ചാല് സിമ്പിൾ ആയിട്ട് സർക്കിളിനെ നമുക്ക് എങ്ങനെ പറയാം? സിമ്പിൾ ക്ലോസ്ഡ് കർവ് അല്ലെ? അതിന് സൈഡ്സ് ഇല്ല, വെർട്ടിസസ് ഇല്ല, ആംഗിൾ ഇല്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് കർവ് ആണ് സർക്കിൾ. A circle is a simple closed curve, all of whose points are at the same distance from a fixed point in the plane. Page number 83 first sentence ഒന്ന് നോക്കിയേ. A circle is a simple closed curve, all of whose points are at the same distance from a fixed point in the plane. അങ്ങനെ പറഞ്ഞാൽ എന്താ? അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരു പ്ലെയിനിൽ വരച്ചിരിക്കുന്ന നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു ഇവിടെ. ഓക്കെ, ഈ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്ന് ഒരു സെയിം ഡിസ്റ്റൻസിൽ വരുന്ന അതിനെ കറങ്ങി വരുന്ന എല്ലാ പോയിന്റ്സും കൂടി ജോയിൻ ചെയ്തതാണ് എന്ത്? സർക്കിൾ. പേജ് നമ്പർ 83. ഓക്കെ, അപ്പൊ എന്താ സർക്കിൾ? ഒരു പോയിന്റിൽ, ഒരു പ്ലെയിനിലെ ഒരു പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന എല്ലാ പോയിന്റ്സും ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണ് സർക്കിൾ. ഇപ്പൊ വരയല്ലേ റേഡിയസ്? അതന്നെ റേഡിയസ്. അത് ഇപ്പത്തെ വരച്ച ഡയമീറ്ററോ? ആ, ഇപ്പൊ നമ്മൾ ഇവിടെ ആദ്യം വരച്ച പോയിന്റ്, ആ പോയിന്റിന് ചുറ്റുമുള്ള എല്ലാ പോയിന്റ്സും സെയിം ഡിസ്റ്റൻസിൽ വരുന്ന എല്ലാ പോയിന്റ്സും കൂടി ജോയിൻ ചെയ്താൽ കിട്ടുന്ന സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണ് എന്താ? സർക്കിൾ. അപ്പൊ ഏത് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മള് സർക്കിൾ വരയ്ക്കുന്നേ, ആ പോയിന്റിനെ നമ്മൾ എന്ത് പറയും? ആ പോയിന്റിനെ നമ്മൾ സെന്റർ എന്ന് പറയും. CENTRE, സെന്റർ. ഏത് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മള് സർക്കിൾ വരയ്ക്കുന്നത്, ആ പോയിന്റിനെ സെന്റർ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത്. ആ പോയിന്റിൽ നിന്ന് ആ കർവിലേക്ക്, ആ സർക്കിളിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? റേഡിയസ്. റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സർക്കിളിന്റെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് സെന്ററിൽ കൂടി നമ്മൾ വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയാ? ഡയമീറ്റർ എന്ന് പറയാം. DIAMETER, ഡയമീറ്റർ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേ? സർക്കിൾ എന്താന്ന് പറഞ്ഞു? സെന്റർ ഓഫ് ദി സർക്കിൾ, റേഡിയസ് ഓഫ് ദി സർക്കിൾ, ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. അപ്പൊ ഈ റേഡിയസും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ എന്താ അറിയോ? റേഡിയസും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ? റേഡിയസിന് നേരെ ഇരട്ടിയായിരിക്കും ഡയമീറ്റർ. റേഡിയസിന് നേരെ ഇരട്ടിയായിരിക്കും ഡയമീറ്റർ. ദാ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് റേഡിയസ് വരച്ചു, ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് റേഡിയസ് വരച്ചു. അതേ സെൻട്രൽ പോയിന്റിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും അതേപോലെ ലൈൻ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡയമീറ്റർ കിട്ടും. അപ്പോ ഇതിന്റെ നേരെ, റേഡിയസിന്റെ നേരെ ഡബിൾ ആണ് ഡയമീറ്റർ, അല്ലെങ്കിൽ ഡയമീറ്ററിന്റെ ഹാഫ് ആണ് റേഡിയസ്. ഓക്കെ,
ആ റിലേഷൻ ഒന്ന് പറയുകയാണെങ്കിൽ ഡയമീറ്ററിനെ നമുക്ക് ഡി എന്ന് പറയാം. ഡി ഇസ് ഈക്വൽ ടു 2r. ഇത് ഓർമ്മിച്ചു വെക്കണം. ഡി ഇസ് ഈക്വൽ ടു 2r. 2r എന്ന് വെച്ചാൽ ഡബിൾ ദി റേഡിയസ്. അതായത് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ ഡബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഓരോ സെന്റൻസ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. സർക്കിൾ എന്ന് വെച്ചാൽ എന്താ? A circle is a simple closed curve, all of whose points are at the same distance from a fixed point in the plane. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് സെന്റർ. The fixed point of the circle is called the center of the circle. ഏത് പോയിന്റിനെ ഫിക്സ് ചെയ്തിട്ടാണോ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത് ആ പോയിന്റിനാണ് നമ്മൾ സെന്റർ ഓഫ് ദി സർക്കിൾ എന്ന് പറയാം. നെക്സ്റ്റ് റേഡിയസ്. The line segment that connects the center to a point on the circle is called the radius. Radius ഉള്ളത് സിംഗിൾ വേർഡ് ആണ്. റേഡിയസിന്റെ പ്ലൂറൽ റേഡിയൈ. RADII. Radii. Okay, radius of the circle. Next, diameter. A line segment which has its end points on the circle and passes through the center of the circle is called the diameter of the circle. സർക്കിളിന്റെ രണ്ട് പോയിന്റ് എൻ പോയിന്റ്സ് ആയിട്ട് വരുന്ന സെന്ററിൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനാണ് എന്ത് പറയുന്നത്? ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. അപ്പൊ ഡയമീറ്ററും റേഡിയസും തമ്മിലുള്ള റിലേഷൻ, ഡയമീറ്റർ ഇസ് ഈക്വൽ ടു ഡബിൾ ഓഫ് അല്ലെങ്കിൽ 2 times radius. D is equal to 2r. Then next word, chord. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാന്ന് തോന്നുന്നു. സെന്റർ, റേഡിയസ്, ഡയമീറ്റർ, chord. chord പഠിച്ചതല്ലേ? CHORD. എന്താ chord? എന്താ chord? chord എന്ന് വെച്ചാൽ ലൈൻ സെഗ്മെന്റ് whose end points lie on the circle is called chord of the circle. Since the end points of the diameter also lie on the circle, the diameter is also called a chord. അതായത് ഒരു സർക്കിളിന്റെ രണ്ട് പോയിന്റ്, ഏതെങ്കിലും രണ്ട് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈൻ സെഗ്മെന്റ് ആണ് chord. അത് സെന്ററിൽ കൂടി പാസ് ചെയ്യണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. പക്ഷെ അതിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് എങ്ങനെയായിരിക്കണം? സർക്കിളിലുള്ള പോയിന്റ്സ് ആയിരിക്കണം. സെന്ററിലൂടെ പാസ് ചെയ്യണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും സർക്കിളിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വെച്ച് നോക്കിയാൽ ഒരു സർക്കിളിന്റെ ഏറ്റവും വലിയ കോഡ് ഏതാ? സെന്ററിൽ കൂടെ ഉള്ളത്. സെന്ററിൽ കൂടി ഉള്ളതായിരിക്കും. എന്താണ് സെന്ററിൽ കൂടി പോകുന്ന കോഡിന് എന്താ നമ്മൾ പറയും? സെന്റർ ആകുമ്പോലെ നല്ല വലിപ്പമുള്ള. സെന്ററിൽ കൂടി പോകുന്ന ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് മറ്റേ പോയിന്റിൽ എൻഡ് ചെയ്യുന്ന സെന്ററിൽ കൂടി പോകുന്ന ലൈൻ സെഗ്മെന്റിന് എന്താ പറയാ? സെൻട്രൽ കോഡ് ആണോ സർ? സെൻട്രൽ കോഡോ? അവിടെ ആ റെഡ് കളർ ലൈൻ അവിടെ വരച്ച് എഴുതി വെച്ചിട്ടുണ്ട്. എന്താന്ന്? ഡയമീറ്റർ അല്ലേ? Diameter. Diameter of the circle is its longest chord. ഏറ്റവും നീളമുള്ള കോഡാണ് ഡയമീറ്റർ. ഓക്കെ, അപ്പൊ കോഡ് എന്ന് വെച്ചാല് സെന്ററിലൂടെ പാസ് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ കോഡ്സ് വരയ്ക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയാം. നെക്സ്റ്റ്, secant of a circle. SECANT. secant of a circle. എന്താ secant എന്ന് വെച്ചാല്? സർക്കിളിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ.
സർക്കിളിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ എന്ന് വെച്ചാൽ എന്താ? രണ്ട് എൻ പോയിന്റ്സ് അറിയില്ല, രണ്ട് സൈഡിലേക്കും ഇൻഫിനിറ്റ് ആയിട്ട് നീണ്ടു പോകുന്ന ലൈൻ സെഗ്മെന്റിനാണ് നമ്മൾ ലൈൻ എന്ന് പറയാം. അപ്പോ ഒരു സർക്കിളിലൂടെ പാസ് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിസ്റ്റന്റ് ഓഫ് എ ലൈൻ. അതായത് ആ സർക്കിളില് ഏതെങ്കിലും രണ്ട് പോയിന്റ് ആ ലൈനിൽ വന്നിരിക്കണം. A line passing through a circle and intersecting the circle at 2 points is called the system of a circle. Chord എന്ന് വെച്ചാൽ ലൈൻ സെഗ്മെന്റ്, സിസ്റ്റം എന്ന് വെച്ചാൽ ലൈൻ. അപ്പൊ ഈ ബ്ലൂ കളറിൽ കാണുന്നതൊക്കെ സിസ്റ്റം ഓഫ് ദി ലൈൻ, സോറി സിസ്റ്റം ഓഫ് ദി സർക്കിൾ. യെല്ലോ കളറിൽ കാണുന്നത് കോഡ് ഓഫ് ദി സർക്കിൾ. റെഡ് കളറിൽ കാണുന്നതാണ് ഡയമീറ്റർ. ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് അതിന്റെ റേഡിയസ്. ഓക്കെ, ഇത് ഓരോന്ന് എന്താന്ന് ഒന്ന് ജസ്റ്റ് ഒരു ഡയഗ്രാം വരച്ചിട്ട് എഴുതി വെക്കുന്നോ? ഒരു സർക്കിൾ വരച്ചോ. സർക്കിൾ വെച്ചിട്ട് ഇതേപോലെ വരയ്ക്കാം. കളർ വ്യത്യാസം വേണമെന്നൊന്നുമില്ല. ആദ്യം റേഡിയസ് വരയ്ക്കാം, പിന്നെ ഡയമീറ്റർ, ഡയമീറ്റർ, പിന്നെ കോഡ്, ബ്ലൂ കളറിൽ കാണുന്നതാണ് കോഡ്, CHORD. ഇനി എന്താ വരയ്ക്കണ്ടേ? സിസ്റ്റം അല്ലേ? SECANT, സിസ്റ്റം ഓഫ് എ സർക്കിൾ. ഇത്രയും കാര്യങ്ങൾ ഒരു സർക്കിൾ വരച്ചിട്ട് വരച്ചു വെച്ചു, എന്നാ പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് താഴെ D is equal to 2R എന്ന് എഴുതാം. അതായത് ഡയമീറ്റർ എന്ന് പറയുന്നത് റേഡിയസിന്റെ ഡബിൾ ആണ്, അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ ഹാഫ് ആണ്. വരച്ചോ? നെക്സ്റ്റ് കുറച്ചും കൂടി ഈ സർക്കിളിന്റെ കേസിൽ പറയാനുണ്ട്. അടുത്തത് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്താ? സർക്കംഫറൻസ് അറിയുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഇത് പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കും, കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല. എന്നാൽ സർക്കംഫറൻസിന് പകരം വേറൊരു വേർഡ് പറയാം, പെരിമീറ്റർ. ലെങ്ത്, ടോട്ടൽ ലെങ്ത്, പെരിമീറ്റർ. നമ്മൾ സാധാരണ റെക്ടാംഗിളിന്റെ സ്ക്വയറിന്റെ ഒക്കെ പെരിമീറ്റർ കണ്ടുപിടിക്കാറുണ്ട് അല്ലെ? പെരിമീറ്റർ എന്ന് വെച്ചാല് ചുറ്റളവ്.
അതിന്റെ ചുറ്റുമുള്ള അളവ്. എന്നാൽ സർക്കിളിന്റെ കേസിൽ നമ്മൾ പെരിമീറ്റർ എന്നല്ല പറയാ, സർക്കംഫറൻസ് എന്നാ പറയാം. അതായത് നമ്മളിപ്പോ ഒരു സർക്കിള് ഈ ഒരു സർക്കിൾ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യും. എവിടെ വെച്ച്? ഇവിടെ വെച്ച് കട്ട് ചെയ്യും. ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇതൊരു ഈ ഒരു എൻഡും ഈ ഒരു എൻഡും വലിച്ചു പിടിച്ച് നിവർത്തി വെച്ചാല് എങ്ങനെ ഉണ്ടാവും? നിവർത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഈ ഒരു എൻഡും ഈ ഒരു എൻഡും പിടിച്ച് വലിച്ച് നിവർത്തിയാല് ഒരു ലൈൻ സെഗ്മെന്റ് കിട്ടും നമുക്ക്, അല്ലേ? ആ ലൈൻ സെഗ്മെന്റിന്റെ നീളമായിരിക്കും ഈ സർക്കിളിന്റെ സർക്കംഫറൻസ്, അതായത് ചുറ്റളവ്. നമ്മളിപ്പോ ഒരു നൂലെടുത്തു അല്ലെങ്കിൽ ഒരു കയറെടുത്തു, ഒരു 10 മീറ്റർ അല്ലെങ്കിൽ ഒരു 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു നൂലെടുത്തു. ആ നൂലെടുത്തിട്ട് അതിന്റെ രണ്ടറ്റവും നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ടേബിളിന്റെ മേലെ വെച്ച് കറക്റ്റ് ഒരു സർക്കിളിന്റെ ഷേപ്പിൽ വെച്ചാല് ആ സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? circumference എന്ന് പറഞ്ഞാല് the length of the boundary of a circle is called circumference. In other words, the perimeter of the circle is called the circumference of the circle. നമ്മൾ സാധാരണ പറയുന്ന വേർഡ് പെരിമീറ്റർ എന്നാണ് ചുറ്റളവിന്. എന്നാൽ സർക്കിളിന്റെ കേസിൽ ഇറ്റ് ഈസ് കോൾഡ് സർക്കംഫറൻസ്. സർക്കിളിന്റെ ചുറ്റളവ്. ഓക്കെ, then page number 84, semicircle. എന്താ സെമിസർക്കിൾ? എന്താ സെമിസർക്കിൾ? നമ്മൾ നേരത്തെ കുറെ കോഡ്സ് വരച്ചിട്ടുണ്ട് അല്ലെ? കുറെ കോഡ്സ് വരച്ചിട്ടുണ്ട്. നമ്മളൊരു സർക്കിൾ വരച്ചിട്ട് ഓക്കെ, ഒരു സർക്കിൾ നമ്മൾ വരച്ചു. ആ സർക്കിളിലെ ഒരു കോഡ്, ആ സർക്കിളിലുള്ള ഒരു കോഡ് ആ സർക്കിളിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? ഈ ഒരു കോഡ് നമ്മൾ ഈ സർക്കിളിന് വരച്ചാൽ ഈ സർക്കിളിൽ എത്ര പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്? ഒരു പാർട്ട് ഇവിടെയും ഒരു പാർട്ട് ഇവിടെയും 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്നു, അല്ലേ? ഒരു കോഡ് നമ്മൾ വരച്ചാല് ആ കോഡ് ഒരു സർക്കിളിനെ 2 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? ഒരു പാർട്ടിനെയാണ് നമ്മൾ സെമി സർക്കിൾ എന്ന് പറയാം. സോറി, 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതില് ഏറ്റവും വലിയ കോഡ് നമ്മൾ ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്? ഡയമീറ്റർ ആന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഡയമീറ്റർ ആന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഡയമീറ്റർ ഒരു സർക്കിളിനെ 2 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ സെമി സർക്കിൾ എന്ന് പറയാം. അതായത് കറക്റ്റ് ഒരു സർക്കിളിന്റെ ഹാഫിനെയാണ് നമ്മൾ എന്ത് പറയാം? സെമി സർക്കിൾ. ഓക്കെ, കോഡ് എന്തായാലും ഒരു സർക്കിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ലോങ്സ്റ്റ് കോഡായ ഡയമീറ്റർ 2 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു സർക്കിളിനെ. അതിലൊരു പാർട്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെമി സർക്കിൾ. SEMICIRCLE, സെമി സർക്കിൾ. The next one, arc. എന്താ arc? A part of the circumference of a circle is called an arc of the circle. ഈ ആർക്ക് എന്താന്ന്, സെമി സർക്കിൾ എന്താന്ന്, സർക്കംഫറൻസ് എന്താന്ന് നിങ്ങൾക്ക് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നല്ലോ. പഠിപ്പിച്ചിട്ടില്ലേ? ഇല്ലേ? കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ പഠിച്ചവര് പറയട്ടെ, പഠിപ്പിച്ചിട്ടില്ലേ? ഇല്ലേ? ഒന്നുകൂടെ പറയാം.
കാര്യം എന്താ? ആർക്ക് എന്താന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ഉണ്ടാവുമല്ലോ. ഡയമീറ്ററും റേഡിയസ് ഒക്കെ പറഞ്ഞു തന്നത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. ആരോമലെ ഇല്ലേ? അത് പറഞ്ഞു. ആ, ജീവ പറഞ്ഞില്ലേ? പറഞ്ഞു തന്നിട്ടുണ്ട്. ആർക്ക് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ആർക്ക് എന്ന് വെച്ചാല് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് നമ്മൾ പറഞ്ഞില്ലേ, അതായത് അതിന്റെ ചുറ്റളവ്. ആ സർക്കംഫറൻസിന്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് എന്ന് പറയാം. ഇപ്പൊ ഒരു സർക്കിളിൽ നിന്ന് സർക്കിൾ ഒരു നൂല് വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ ആക്കിയിട്ട് ആ സർക്കിളിന്റെ ഒരു കഷ്ണം നമ്മളിങ്ങനെ മുറിച്ചെടുക്കും. ആ മുറിച്ചെടുക്കുന്ന ആ ഒരു കഷ്ണത്തിനെയാണ്, ഇതാ ഇത്രയും വരുന്ന ഈ ഒരു കഷ്ണത്തിനാണ് നമ്മൾ എന്ത് പറയാ? ആർക്ക് എന്ന് പറയുന്നത്. ARC, ആർക്ക് എന്ന് പറയുന്നു. ARC, ആർക്ക്. A part of the circumference of a circle is called an arc of the circle. It is usually expressed with 3 points. It is usually expressed with 3 points. നമ്മള് ആർക്കിനെ 3 പോയിന്റ്സ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. A എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ബി എന്ന് പറയുന്നത് ആ സർക്കിളിന്റെ മേലെ ഉള്ള ഒരു പോയിന്റ്, സി എന്ന് പറയുന്നത് ആർക്കിന്റെ എൻഡ് പോയിന്റ്. അപ്പൊ ആർക്കിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എ, ബി, സി എഴുതിയിട്ട് അതിന്റെ മേലെ ഒരു വളഞ്ഞൊരു വര. നേരെയുള്ള ലൈൻ ആണെങ്കിൽ ലൈൻ സെഗ്മെന്റ് ABC എന്നാ പറയാം. ഇത് ഒരു വളഞ്ഞ വര. വളഞ്ഞ വരയാണെങ്കിൽ അതിനെ RABC എന്ന് വായിക്കാം. ഇനി ABC എന്ന് എഴുതിയിട്ട് AB എന്ന് എഴുതിയിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ ലൈൻ സെഗ്മെന്റ് ആയിരിക്കും. ലൈൻ സെഗ്മെന്റ് AB. വളഞ്ഞ വരയാണെങ്കിൽ ആർക്ക്. ആർക്കിന് 3 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യുന്നുണ്ടോ? ഞാൻ പറയുന്ന ഓരോ സെന്റൻസ്. ആർക്ക് എന്താന്ന് അണ്ടർലൈൻ ചെയ്തു, സെമി സർക്കിൾ എന്താന്ന് അണ്ടർലൈൻ ചെയ്തു. എന്താ ജോയലെ? മിസ്സേ, ഞാൻ നാട്ടിൽ വന്നേക്കും മിസ്സേ. ആ, ടെക്സ്റ്റ് എടുത്തില്ലായിരിക്കും. തോന്നി തല വീട്ടിൽ പോയിട്ട് ഈ ക്ലാസ് കണ്ടിട്ട് ടെക്സ്റ്റ് വെച്ചിട്ടൊന്നും കൂടി നോക്കണേ. അപ്പൊ സെമി സർക്കിൾ എന്താണ് അണ്ടർലൈൻ ചെയ്ത് വെച്ചു? The end points of a diameter divide the circle into 2 equal parts. Each part is called a semicircle. Next, arc. A part of the circumference of a circle is called an arc of the circle. ഇനി മൈനർ ആർക്കും ഉണ്ട്, മേജർ ആർക്കും ഉണ്ട്. എന്താ മൈനർ ആർക്കും മേജർ ആർക്കും? നമ്മളിപ്പോ 2 പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചെറുതും ഒന്ന് വലുതും ഉണ്ട് അല്ലെ? ഈ ഒരു ഭാഗം മാത്രമല്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ഉണ്ട്. അപ്പോ ഈ ചെറിയ ഭാഗത്തിനാണ് നമ്മള്, ചെറിയ ആർക്കിനെയാണ് നമ്മൾ മൈനർ ആർക്ക് എന്ന് പറയാം. അതായത് സെമി സർക്കിളിനേക്കാളും സെമി സർക്കിളാണ് ഏറ്റവും വലിയ ആർക്ക് അല്ലെ? ഡയമീറ്റർ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് സെമി സർക്കിളാണ് ഏറ്റവും വലിയ ആർക്ക്. ആ സെമി സർക്കിളിനേക്കാളും ചെറിയ ആർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെമി സർക്കിളിനേക്കാളും ചെറിയ ആർക്കിനെ മൈനർ ആർക്ക് എന്ന് പറയും. വലിയ ആർക്കിനെ എന്ത് പറയും? മേജർ ആർക്ക് എന്ന് പറയും. റെഡ് കളറില് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താ? മൈനർ ആർക്ക്. റെഡ് കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് മൈനർ ആർക്ക്. അതായത് സെമി സർക്കിളിനേക്കാളും ചെറിയതിനെ മൈനർ ആർക്ക് എന്ന് പറയും. ഇനി
സെമി സർക്കിളിനേക്കാളും വലിയതാണ്, വലിയ ഭാഗത്തിനെയോ? സെമി സർക്കിളിനേക്കാളും വലിയ ഭാഗം, മൈനർ ആർക്കിന്റെ ബാക്കിയുള്ള ഭാഗം. ഈ ഭാഗത്തിന് എന്ത് പറയാം? മേജർ ആർക്ക്. മേജർ ആർക്ക്. മൈനർ എന്ന് വെച്ചാല് ചെറുത്, മേജർ എന്ന് വെച്ചാല് വലുത്. മൈനർ ആർക്കും മേജർ ആർക്കും എന്തൊക്കെ നമ്മളിപ്പോ പഠിച്ചു? സർക്കിൾ എന്താന്ന് പഠിച്ചു, സെന്റർ ഓഫ് ദി സർക്കിൾ, റേഡിയസ് ഓഫ് ദി സർക്കിൾ, ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ, chord of the circle, secant of a circle, circumference of a circle, semicircle, arc, ആർക്കിൽ തന്നെ മൈനർ ആർക്കും മേജർ ആർക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോ പഠിച്ചു. മനസ്സിലായോ വല്ലതും? മനസ്സിലായോ വല്ലതും? ഓക്കെ, അടുത്തത് സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ. സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ. സെഗ്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. വീട്ടില് എന്ത് കൊണ്ടുവന്നു? സർക്കിൾ ഷേപ്പിലുള്ള ഒരു കേക്ക് കൊണ്ടുവന്നു. സർക്കിൾ ഷേപ്പിലുള്ള കേക്ക് കൊണ്ടുവന്നു. അതില് നിങ്ങളും അനിയത്തിയും കൂടി അടിയായി. നിങ്ങളും അനിയത്തിയും കൂടി അടിയായി. അടിയായിട്ട് ലാസ്റ്റ് മുറിച്ചു, കേക്ക് മുറിച്ചു. 2 ഭാഗമാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. കേക്ക് മുറിച്ചു. വലിയ ഭാഗം ആരെടുക്കും? ചെറിയ ഭാഗം ആരെടുക്കും? അമ്മ ഇല്ലെങ്കിൽ മൊത്തം ഞാൻ എടുക്കും. അമ്മ ഉണ്ടെങ്കിൽ വലിയ ഭാഗം ഞാൻ എടുക്കും, ചെറുത് അനിയത്തി കൊടുക്കും. അപ്പൊ അമ്മയാണ് ഇതിന്റെ കേന്ദ്ര ബിന്ദു. എങ്ങനെ ആയിക്കോട്ടെ, ഈ വലിയ ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയാ? മേജർ സെഗ്മെന്റ് എന്ന് പറയുന്നേ. വലിയ ഭാഗത്തിന് നമ്മൾ എന്ത് പറയുന്നു? മേജർ സെഗ്മെന്റ്. ചെറിയ ഭാഗത്തിന് എന്ത് പറയും? ചെറിയ ഭാഗത്തിന് എന്ത് പറയും? മൈനർ സെഗ്മെന്റ്. വലിയ ഭാഗത്തിനെ മേജർ സെഗ്മെന്റ് എന്നോ ചെറിയ ഭാഗത്തിനെ മൈനർ സെഗ്മെന്റ്. അതായത് സർക്കിളിനകത്തുള്ള ഒരു കോഡ്, ഡയമീറ്റർ പറ്റില്ല, കാരണം ഡയമീറ്റർ സർക്കിളിനെ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. സർക്കിളിനകത്തുള്ള ഒരു കോഡ് സർക്കിളിനെ ഒരു വലിയ പാർട്ടും ഒരു ചെറിയ പാർട്ടും ആക്കി ഡിവൈഡ് ചെയ്തു. ആ വലിയ പാർട്ടിനാണ് മേജർ സെഗ്മെന്റ് എന്ന് പറയാം. ഇനി ചെറിയ പാർട്ടിനെയാണ് നമ്മൾ മൈനർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായോ? അത്രയും മനസ്സിലായോ? ഇനി സെക്ടർ ഉണ്ട്, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയറും കൂടി ഉണ്ട്. അതും കൂടി ആയാലും ഈ ചാപ്റ്റർ തീർന്നു. സെക്ടർ എന്ന് വെച്ചാല് the part of a circle enclosed by an arc and a pair of radii which join the end points of the arc to the center of the circle is called the sector of the circle. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് കേക്ക് തന്നെ. നമുക്ക് പാർട്ടെല്ലാം പറയുമ്പോൾ കേക്ക് പറയുന്നതായിരിക്കും നല്ലത്. കേക്ക് വാങ്ങി കട്ട് ചെയ്യും. നമ്മൾ നോർമലി എങ്ങനെ കേക്ക് കട്ട് ചെയ്യാം? കറക്റ്റ് സെന്ററിൽ നിന്ന് ഇങ്ങോട്ടൊരു മുറി, പിന്നെ അതേ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടൊരു മുറി. അത് ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് ഈ കഷ്ണത്തിന്റെ വലിപ്പം കൂടും കുറയൊക്കെ ചെയ്യും, അല്ലെ? ഈ നമ്മൾ മുറിച്ചെടുക്കുന്ന ഈ ഒരു പീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ടർ. സെക്ടർ ഓഫ് എ സർക്കിൾ. ശരിക്കും പറഞ്ഞാൽ ഇതെന്താ? ഇവിടെയാണ് സെന്റർ, ഇതാണ് സെന്റർ, അല്ലെ? ഇതെന്ന് വെച്ചാൽ ഒരു ആർക്ക്. അപ്പോ സെന്ററിൽ നിന്ന് നമ്മൾ 2 റേഡിയസ് വരക്കുന്നു. ഒരു റേഡിയസ് ഇങ്ങോട്ട് വരച്ചു, ഒരു റേഡിയസ് ഇങ്ങോട്ടും വരച്ചു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആർക്ക് കിട്ടുമല്ലോ.
ഒരു ആർക്കിന്റെ എൻഡ് പോയിന്റ്സ് ഒരു പോയിന്റും ആ പോയിന്റ് ജോയിൻ ചെയ്യുന്ന സെന്റർ പോയിന്റും കൂടി ജോയിൻ ചെയ്തുകൊണ്ട് വരച്ചാൽ കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ടർ എന്ന് പറയാം. ദ പാർട്ട് ഓഫ് എ സർക്കിൾ എൻക്ലോസ്ഡ് ബൈ ആൻ ആർക്ക് ആൻഡ് എ പെയർ ഓഫ് റേഡിയൈ which join the end points of the arc to the center of the circle is called the sector of the circle. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മാത്രം മതി. സെന്ററിൽ നിന്ന് 2 റേഡിയായി വരയ്ക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ആർക്ക് കൂടി കിട്ടും. ആ ആർക്കും 2 റേഡിയസും കൂടിയ ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയാ? സെക്ടർ. അപ്പൊ ആദ്യം നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ചെറിയ ഒരു പീസ് മാത്രം കട്ട് ചെയ്യും. ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പീസിനെ നമ്മൾ എന്ത് പറയും? ചെറിയ കഷ്ണം അല്ലേ? അപ്പോ മൈനർ സെക്ടർ. മൈനർ സെക്ടർ എന്ന് പറയും. ഇനി ആ കഷ്ണം അങ്ങ് മുറിച്ചു വെച്ചാൽ ബാക്കി വലിയ പീസ് ഉണ്ടാവുമല്ലോ, അതിനെന്ത് പറയും? മേജർ സെക്ടർ. മേജർ സെക്ടർ എന്ന് പറയും. മൈനർ സെക്ടറും മേജർ സെക്ടറും മനസ്സിലായല്ലോ. ഇനി ഒന്നുകൂടി ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ഇന്റീരിയറും എക്സ്റ്റീരിയറും. നമ്മൾ നേരത്തെ കഴിഞ്ഞ ട്രയാങ്കിളിലും ക്വാഡ്രിലാറ്ററലിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും. ഇന്റീരിയർ എന്ന് വെച്ചാല് ഇതിനകത്തുള്ളത്. ഇതൊക്കെയാണ് ഇന്റീരിയർ ടു ദി സർക്കിൾ. ക്ലോസ്ഡ് കർവിനകത്ത് വരുന്നതാണ് ഇന്റീരിയർ ടു ദി സർക്കിൾ. ഇനി എക്സ്റ്റീരിയർ ആണെങ്കിലോ സർക്കിളിന് പുറത്ത് വരുന്നത്, ആ ക്ലോസ്ഡ് ഏരിയക്ക് പുറത്ത് വരുന്നതൊക്കെയാണ് എന്ത്? എക്സ്റ്റീരിയർ ടു ദി സർക്കിൾ. അപ്പൊ ആ റെഡ് കളറിൽ കാണുന്നതൊക്കെ, ഹേർട്ട് ഷേപ്പിൽ കാണുന്നതൊക്കെ ഇന്റീരിയർ ടു ദി സർക്കിളും യെല്ലോ കളറിൽ വരുന്ന സ്റ്റാർ ഒക്കെ എക്സ്റ്റീരിയർ ടു ദി സർക്കിൾ. ഓക്കെ. ഇനി ഓൺ ദ സർക്കിളിനാണെങ്കിൽ ആ സർക്കിളിന്റെ ബൗണ്ടറിയുടെ മേലെ വരുന്ന പോയിന്റ്, സർക്കിൾ ബൗണ്ടറിയുടെ മേലെ വരുന്ന പോയിന്റിനാണ് ഓൺ ദി സർക്കിൾ എന്ന് പറയുന്നത്. സർക്കിളിനെ പറ്റി ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ. ആ ചാപ്റ്ററിൽ വരുന്ന എക്സസൈസ് 4Dയും 4Eയും 4Fഉം ഒന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് അതിൽ എഴുതാൻ മാത്രമേ ഉള്ളൂ. ചെയ്യാൻ കിട്ടുന്നുണ്ടോ മാത്രം നോക്കിയാൽ മതി. അതായത് നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങളൊക്കെ 1 വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തതേ ഉള്ളൂ. പേജ് നമ്പർ 79, പിന്നെ പേജ് നമ്പർ 82, പേജ് നമ്പർ 85. അല്ല മിസ്സേ, ഹോംവർക്കിന്റെ ആ പേജ് മാത്രം. ഹോംവർക്കിന്റെ പേജ് തന്നെ ഇപ്പൊ പറഞ്ഞ 79ഉം 82ഉം 85ഉം. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ബൈ.